വയനാട്ടിലും CPIM ജില്ലാ സമ്മേളനം നടക്കുകയാണ്. നാളെ സമ്മേളനം അവസാനിക്കും. സംഘടനാ പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ചർച്ച പൂർത്തിയാക്കി ജില്ലാ സെക്രട്ടറി പി ഗഗാറിന്റെ മറുപടിയോടെ രണ്ടാം ദിനത്തിലെ സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ബത്തേരിയിൽ സാംസ്കാരിക സമ്മേളനവും നടന്നു. അനൂപിന്റെ റിപ്പോർട്ട്. ജില്ലയുടെ വിവിധ പ്രശ്നങ്ങളും വികസന വിഷയങ്ങളും ചർച്ച ചെയ്താണ് സമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസം പൂർത്തിയായത്. രാവിലെ 8 മണിയോടുകൂടി തന്നെ പൊതുചർച്ച ആരംഭിച്ചു. പിന്നീട് ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞു. മേൽക്കമ്മിറ്റി അംഗങ്ങളും വിവിധ വിഷയങ്ങളിൽ ഉയർന്നു വന്ന ചർച്ചകളിൽ മേൽ മറുപടി പറഞ്ഞു. ഇതാണ് ഇന്ന് രണ്ടാം ദിവസം പ്രധാനമായും ഉണ്ടായത്. അതോടൊപ്പം ചില സുപ്രധാനമായ പ്രമേയങ്ങളും സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. മുണ്ടക്കൈ ചൂരന്മല ദുരന്തബാധിതരുടെ പുനരധിവാസം, ദേശീയപാതയിലെ രാത്രിയാത്രാ നിരോധനം, പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽപാത, ഭൂപ്രശ്നങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളാണ് സമ്മേളനം അംഗീകരിച്ചത്. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തണം എന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ജനങ്ങളോട് അതിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇന്ന് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാന പരിപാടി നഗരസഭാ ഹാളിൽ നടന്ന സാംസ്കാരിക സദസ്സാണ്. എളമരം കരീം, CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം സദസ്സ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുഖ്യ പ്രഭാഷണം നടത്തിയത് KN കുഞ്ഞഹമ്മദാണ്. പ്രധാനമായും സാംസ്കാരിക അധിനിവേശം തനത് സ്വാഭാവിക സവിശേഷതകളിൽ മേലുള്ള അധിനിവേശമായി മാറിയതും അത് പുതിയ കാലം നേരിടുന്ന ഒരു പ്രധാന ഭീഷണിയാണെന്നും അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകത സുപ്രധാനമാണെന്നും എളമരം കരീം ഈ സമ്മേളനത്തിൽ സാംസ്കാരിക സമ്മേളനത്തിൽ പറഞ്ഞു. അതിൽ മേൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പൊതുവിൽ ലോകത്താകമാനം അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടു വരികയാണെന്നും ഇന്ത്യയിൽ ഉൾപ്പെടെ നടന്ന കർഷക സമരങ്ങൾ അതിൻ്റെ ഉദാഹരണമാണെന്നും എളമരം കരീം പറഞ്ഞു. ആ ജനതയെ ഈ അനീതിക്കെതിരായി അന്യായത്തിനെതിരായി പോരാടാൻ വീര്യം നൽകിയതിൽ കലാ സാംസ്കാരിക പ്രവർത്തനം വഹിച്ച പങ്ക് വളരെ വലുതാണ്. എത്രയോ കവിതകൾ, എത്രയോ നാടകങ്ങൾ, എത്രയോ പ്രസംഗങ്ങൾ, സാംസ്കാരിക പ്രസംഗങ്ങൾ, ഇതൊക്കെ മനുഷ്യരെ എന്താണ് മാനവികത, മനുഷ്യ സംസ്കാരം എന്താണ്, മനുഷ്യന്റെ വളർച്ചയുടെ ചക്രവാളം എങ്ങനെയാണ് വികസിക്കുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം വളരെ മനോഹരമായി ജനങ്ങളുടെ മനസ്സിലെത്തിക്കാൻ കഴിയുമായിരുന്നു. നാളെ സമ്മേളനത്തിൽ പ്രധാനമായും നടക്കുക സംഘടനാ തെരഞ്ഞെടുപ്പാണ്. ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ സെക്രട്ടറിയെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും നാളെ സമ്മേളനം തിരഞ്ഞെടുക്കും. അതിനുശേഷമായിരിക്കും പൊതുസമ്മേളന നടപടികളിലേക്ക് അല്ലെങ്കിൽ പൊതുസമ്മേളനത്തിലേക്ക് കടക്കുക. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി 400,000 പേർ പങ്കെടുക്കുന്ന വലിയ ബഹുജന പ്രകടനം ബത്തേരിയിൽ നടക്കും. അതോടൊപ്പം ചുവപ്പ് സേന മാർച്ച് ഉൾപ്പെടെ ബത്തേരി നടക്കും. പിന്നീട് നടക്കുന്ന പൊതുസമ്മേളനം ബത്തേരി നഗരസഭാ സ്റ്റേഡിയത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പൊതുസമ്മേളനം എളമരം കരീം, CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. CPIMന്റെ തിരുവനന്തപുരം, വയനാട് ജില്ലാ സമ്മേളനങ്ങൾ നാളെ സമാപിക്കും.